ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഇഹ്യാ ദർസ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വേദിയിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും എന്ന പോലെ ഈ ഒരുമിച്ച് കൂടലും അവൻ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും പങ്കെടുക്കാറുള്ള ദേവർകോവിൽ പൂക്കാട് ഹമീദ് മെനഞ്ഞാണ് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുകയും ഖബർ സ്വർഗമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അതുപോലെ എല്ലാ ദിവസവും മഗ്‌രിബിന് ഇവിടെ ജമാഅത്തിന് പങ്കെടുക്കാറുള്ള നേരത്തെ മരണപ്പെട്ടു പോയ നമ്മുടെ ആറ്റക്കോയ തങ്ങൾ അഥവാ ബഹുമാനപ്പെട്ട പാഹ തങ്ങളുടെ ഒക്കെ പിതാവ്, അവരുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറും സ്വർഗമാക്കി കൊടുക്കട്ടെ. ഹയാത്തിലുള്ള നമുക്കെല്ലാം അല്ലാഹു അവന്റെ കാവലും പ്രത്യേകമായ അനുഗ്രഹവും നൽകുമാറാവട്ടെ. വയനാട് ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ വർഷം അപകടമുണ്ടായ സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി, ചില്ലറ മരണങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അറിഞ്ഞത്. കൃത്യമായി അറിയില്ല. അല്ലാഹു തആല മരിച്ചുപോയവരുടെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ മഹാനവറുകൾ പഠിപ്പിച്ച ഒരുപാട് ആദാബുകൾ, അതാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണകാര്യവുമായി ബന്ധപ്പെട്ട ആദാബുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. സ്വന്തമായി ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബാബിൽ മഹാനവറുകൾ പറയുന്നത് അൽ ബാബു സാനി ഫീമാ യസീദു ബിസബബിൽ ഇജ്തിമാഇ വൽ മുശാറഖതി ബിൽ അക്ൽ. ഭക്ഷണം കഴിക്കുമ്പോൾ ആൾക്കാർ കൂടിയിരുന്ന് സഭയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട പ്രത്യേകമായി ഉള്ള മര്യാദകളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ എല്ലാ സംഗതികളും പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൻ നൂറിൽ അതിന്റെ അവസാന ഭാഗം ഒരു ദീർഘമായ ആയത്തുണ്ട്. ലൈസ അലൽ അഅമാ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും ഔ ബുയൂതി ആബായികും ഔ ബുയൂതി ഉമ്മഹാതികും ഔ ബുയൂതി അഖ്വാനികും ഔ ബുയൂതി അഖവാതികും ഔ ബുയൂതി അമാമികും ഔ ബുയൂതി അമ്മാതികും ഔ ബുയൂതി അഖ്വാനികും ഔ ബുയൂതി ഖാലാതികും ഔ മാ മലക്തും മഫാതിഹഹു ഔ സദീഖികും ലൈസ അലൈകും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അസ്താതാ എന്നിങ്ങനെ തുടങ്ങി. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, പല തെറ്റിദ്ധാരണകളും അകറ്റിക്കൊണ്ടും പലരും വിശ്വസിച്ച് ധരിച്ചു പോന്ന അന്ധവിശ്വാസങ്ങളെല്ലാം കീഴ്തെറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത്. കാഴ്ച പരിമിതിയുള്ള അഅമ അന്ധന്മാർക്ക് തെറ്റില്ല, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് തെറ്റില്ല. അഅറജ് വലാ അലൽ മരീദ്, അതുപോലെ
രോഗിക്കും തെറ്റില്ല. വലാ അലാ അൻഫുസികും, നിങ്ങൾക്കാർക്കും തന്നെ ആരോഗ്യമുള്ളവർക്കും അല്ലാത്തവർക്കും തെറ്റില്ല. എന്ത് തെറ്റില്ല? അന്തകുലു മിൻ ബുയൂത്തിക്കും. എന്തൊക്കെ വിഷയങ്ങളാണ് ഖുർആൻ പറയുന്നത്? നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭക്ഷിക്കുന്നത് തെറ്റില്ല. അത് അവനവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നത് തെറ്റുണ്ടെന്ന് ആരെങ്കിലും ധരിക്കുവോ? അപ്പൊ അവിടെ ഇമാം നസഫി ഉൾപ്പെടെ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു, അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ വീടുകൾ എന്നാണ്. മക്കളുടെ വീട് നമ്മുടെ വീട് പോലെ തന്നെയാണ്. അതും കൂടി അതിലൂടെ പഠിപ്പിക്കുകയാണ്. പാപ്പ മകന്റെ അല്ല മകളുടെ വീട്ടിൽ പോയാൽ അത് സ്വന്തം വീട്ടിൽ പോയ പോലെ തന്നെയാണ്. അവനവന്റെ വീട് തന്നെയാണ്. നിങ്ങളുടെ വീട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ല. ഔബയൂത്തി ആബായിക്കും ഔബയൂത്തി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ നിങ്ങളുടെ ഉമ്മമാരുടെ ഉമ്മാമാരൊക്കെ പെടും. ഔബയൂത്തി അഖ്വാനിക്കും ഔബയൂത്തി അഖവാത്തിക്കും, നിങ്ങളുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന് കഴിക്കുന്നതിന് തെറ്റില്ല. അതുപോലെ നിങ്ങളുടെ ഔബയൂത്തി അമാമിക്കും ഔബയൂത്തി അമ്മാത്തിക്കും, നിങ്ങളുടെ അമ്മ പിതൃ സഹോദരന്മാർ പിതൃ സഹോദരിമാർ, ഔബയൂത്തി ഖാലാദിക്കും അഖ്വാനിക്കും ഔബയൂത്തി ഖാലാദിക്കും, നിങ്ങളുടെ അമ്മാവന്മാർ അങ്കിൾ അമ്മാവിമാർ, അവരുടെ വീടുകളിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ല. ഔമാ മലക്തും മഫാത്തിഹു, അല്ലെങ്കിൽ നിങ്ങൾ ചാവി ഉടമയാക്കിയ വീട്, അഥവാ ഒരു വീട് ആ വീടിന്റെ ഉടമസ്ഥൻ പോകുന്ന സമയത്ത് ഒരാളെ ഏൽപ്പിച്ചു, ഈ വീടൊക്കെ ഒന്ന് നോക്കണം, അതുപോലെ ഈ പറമ്പിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഇവിടെയുള്ള ആടിനെയും പശുവിനൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയാൽ ആ പറമ്പിലുള്ള സമൃദ്ധകൾ കായ്കനികളും പഴങ്ങളും ഒക്കെ അവനിക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. ആ വീട്ടിൽ വെച്ച് അവന് ഭക്ഷണം കഴിക്കാം. ഔ സ്വദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാരുടെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ല. ഈ ആയത്തില് ഒരു കൗതുകവും കൂടിയുണ്ട്. അതെന്താണ്? ബുയൂത്ത്, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, താമസിക്കുന്ന വീട് ബൈത്ത്. അതിന്റെ പ്ലൂറലാണ്, സിംഗുലറാണ് ബൈത്ത്, അതിന്റെ പ്ലൂറലാണ് അഥവാ ബഹുവചനാണ് ബുയൂത്ത്. ആ ബുയൂത്ത് എന്ന വാചകം 10 തവണ ആവർത്തിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. ബുയൂത്ത് മറ്റു ജീവികൾ താമസിക്കുന്ന അതിന്റെ കേന്ദ്രത്തെ സംബന്ധിച്ചും ബൈത്ത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങളിൽ നീ വീടുകൾ നിർമ്മിച്ചോ എന്ന് തേനീച്ചക്ക് അല്ലാഹു തആല ബോധനം നൽകി. ചിലന്തിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അൽ അങ്കബൂത്ത് എന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അഥവാ ചിലന്തി, സ്പൈഡർ എന്ന് പറഞ്ഞ ചിലന്തി, അതിന്റെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞു അത് വീട് തന്നെയാണ്, പക്ഷേ ഏറ്റവും ദുർബലമായ വീട്. ഇരിക്കട്ടെയാണ് ബൈത്ത് ബുയൂത്ത് എന്ന് ഈ ആയത്തില് 10 തവണ ആവർത്തിച്ച് പറഞ്ഞത് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ആ ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാവുന്ന സമയത്ത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ പറയാൻ കാരണം ചിലർക്ക് അവനവന്റെ വീട്ടിൽ നിന്നേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു സ്ഥലത്തൊന്നും ഞാനൊന്നും തിന്നൂല, അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾ ഇതൊന്നുമല്ല, ഇസ്ലാമിക ദീനൊന്നല്ല. അവനവന്റെ വീട്ടിൽ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കൂല എന്ന് തീരുമാനിക്കുന്നതൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. വേറെ ചില ആളുകൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞേനെ പല വേലകളുണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിലും കുറച്ചു കാലം മുമ്പ്
പ്രസവിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ചില ആളുകളുണ്ടായിരുന്നു. പെറ്റെടുത്ത് നിന്നൊന്നും തിന്നൂല. ഓർമ്മ ഉണ്ടോ? മരിച്ചെടുത്ത് നിന്ന് തിന്നൂല ചില ആളുകൾ. ഒക്കെ അന്ധവിശ്വാസമാണ്. പെറ്റെടുത്ത് നിന്നും തിന്നാ, മരിച്ചെടുത്ത് നിന്നും തിന്നാ. നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ആലോചിച്ച് നോക്കണം, എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന വിഷയം. സ്നേഹിതന്മാരുടെ വീട്ടിൽ നിന്ന്, കുടുംബങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷയം വരെ പരിശുദ്ധ ഖുർആൻ പറയാ. എന്നിട്ട് പിന്നെ പറഞ്ഞു, നമ്മുടെ വിഷയമായിട്ട് ബന്ധിക്കുന്ന ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അസ്താതാ. നിങ്ങൾ കൂട്ടം ചേർന്ന് സംഘമായി ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമല്ല, അതേ സമയത്ത് തനിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അതൊക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ആ ആയത്തൊക്കെ ഇറങ്ങാൻ ചില പശ്ചാത്തലങ്ങളുണ്ട്. ബനൂ അംർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന കബീലയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല, ആരെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കും. അങ്ങനെ വിശന്ന് വൈകുന്നേരം വരെ നോക്കിയിട്ട് ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനം ദറൂറത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒറ്റക്ക്. അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കി വേറെ ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് പ്രശ്നമില്ല, ഒറ്റക്കും കഴിക്കാം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് മാത്രമല്ല, അതാണ് മുന്തിച്ച് പറഞ്ഞത്. പരമാവധി ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ് നല്ലത്. എന്നൊരു റിപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഒന്നിച്ച് സംഘമായിരിക്കുക, എന്നാൽ കൂടുതൽ ബർക്കത്തുണ്ടാകും. നമ്മുടെ വീടുകളിൽ സാധിക്കുമെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നമ്മളെ കുട്ടികളെയും ഭാര്യയെയും എല്ലാവരെയും ഇരുത്തിയിട്ട് വീട്ടിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു റാഹത്തും സന്തോഷമാണ്. അന്തകുലു ജമീഅൻ, നിങ്ങൾ ഒന്നിച്ച് സംഘമായി ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അതാണ് ആദ്യം പറഞ്ഞത്. ഒറ്റക്കും കഴിക്കാം. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അസ്താതാ. അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളാണ്. ഞങ്ങൾക്ക് മകരവിന്റെ ബർക്കത്തിയട്ടെ, സന്തോഷമായിക്കോട്ടെ. നേരത്തെ മുമ്പ് പറഞ്ഞു കുറച്ച് ഞാൻ പോകുന്നു. ഒന്നാമത്തെ മര്യാദ അല്ലാ യബ്തദിഅ ബിത്അാമി വമഅഹു മൻ യസ്തഹിഖു തഖ്ദീമ ബികിബരി സിന്നിൻ ഔ സിയാദത്തി ഫളിൻ. പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഇൽമ് സിയാദത്ത് തുടങ്ങിയ എന്തെങ്കിലും ഒരു പോരിശ, ഒരു പ്രാധാന്യവും മാഹാത്മ്യവുമുള്ള ആള് ഉണ്ടെങ്കിൽ അവര് തുടങ്ങാതെ നമ്മൾ ആരും തുടങ്ങാതിരിക്കുക. ആദ്യം അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എന്നുള്ളത് അതൊരു മര്യാദയാണ്, അതൊരു നല്ല ഒരു ബർക്കത്തിന് കാരണമാണ്. അങ്ങനെ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അല്പസമയം നമ്മൾ കാത്തിരിക്കണം. അവര് കൂടുതൽ ഇന്തിലാറിന് വഴിവെക്കാൻ പാടില്ല. എല്ലാവരും ഭക്ഷണം കൊണ്ടത് വെച്ച് എല്ലാ വിളമ്പി വെച്ചിട്ടുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കാൻ നോക്കാം. ആ സമയത്ത് കൂടുതൽ എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. പരമാവധി അങ്ങനെ പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ വേഗം എത്തണം. അഥവാ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ അങ്ങ് വന്നോളും, ഞാൻ വന്ന് നിങ്ങളെ കൂടെ കൂടിക്കോളും, നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവർക്ക് സമ്മതം കൊടുക്കുക. ആ സമ്മതം കൊടുക്കുന്നതിൽ ഒരു ബർക്കത്തുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ അവരൊന്ന് തുടങ്ങുക, അവരെ കൊണ്ട് അവരെ സമ്മതം വാങ്ങുക എന്നത് ഒരു അദബാണ്. രണ്ടാമത്തത് അല്ലാ യസ്കുതു അല ത്വആമി ഫഇന്ന ദാലിക മിൻ സീറത്തിൽ അജമി വലാകിൻ യതകല്ലമൂന ബിൽ മഅറൂഫി വ തതഹദ്ദൂന ബിഹികായത്തി സ്വാലിഹീന ഫിൽ അത്ഇമതി വഗൈരിഹാ. മൗലവിമാർക്കുള്ള ക്ലാസ് അല്ല, അതുകൊണ്ട് പദാനുപദ അർത്ഥം നോക്കണ്ടല്ലോ, വിഷയം കുറഞ്ഞിട്ടായാലും. അപ്പൊ പറഞ്ഞു തന്നാല് കുറെ ആള് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഓരോന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ പോണേ പണ്ട് പറയണ്ട, കൊതിക്കുകയും മന്ദിരിച്ച് കൈ പിടിച്ചതിന്റെ വീട്ടിൽ അങ്ങനെ പിന്നെ ഒന്നും സംസാരിക്കില്ല. അങ്ങനെ വാക്ക് പറയാതെ കൊടുക്കണമെന്നാണ്. ചില പദങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് നമ്മളങ്ങനെ പാടെ തള്ളിക്കളിയൊന്നും വേണ്ട. അജീർണം എന്ന സംഗതിയില്ല, കൊതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊതിക്ക് മന്ദിരിച്ചാല് അതങ്ങ് കൊടുക്കുന്നവരൊന്നും പറയാറ്. അതുപോലെ ഒന്നും പറയാതെ ഇരിക്കുകയല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട. പിന്നെ കയാർപ്പാട്ട് കൂട്ടുകയും പാടില്ല, ആകെ ബഹളം വെക്കാൻ പാടില്ല. പിന്നെ ചെറുങ്ങനൊക്കെ അങ്ങോട്ടും കൊണ്ട് ചെറിയ സ്വാലിഹീങ്ങളുടെ മധുവും അവരുടെ
പിന്നെ ഭക്ഷണ രീതിയും അത്തരം ഹിക്കായാത്തുകൾ അതൊക്കെ ചെറിയ രൂപത്തിൽ ഒരു അധികം ശബ്ദമില്ലാതെ അവര് പറയുന്നതാണ് അതിന്റെ മര്യാദ. അതാണ് മുൻകാല ഇമാമുകളുടെ ഒക്കെ ചരിത്രം എന്ന് മഹാനവറുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കണമെന്നില്ല, ഈ ഒറ്റയെ മനസ്സിലാക്കണം. മൂന്നാമത്തത് ഭക്ഷണ പ്ലേറ്റിൽ തന്റെ കൂടെയുള്ള ആളെ എന്ത് ചെയ്യണം, അവരോടൊന്ന് മയം കാണിക്കണം. അപ്പോ അദ്ദേഹം തിന്നുന്നതിനേക്കാൾ കൂടുതൽ തിന്നാൻ വേണ്ടി ഇവൻ കരുതാൻ പാടില്ല. അത് നിഷിദ്ധമായ കാര്യമാണ്. ആ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളുടെ തൃപ്തി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നിഷിദ്ധമാണ്. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ അതിലെന്ത് ചെയ്യുക, ഒരാൾ കൂടുതൽ തിന്നാൻ വേണ്ടി ശ്രമിക്കരുത്. പരമാവധി മറ്റേ ആള് കൂടുതൽ തിന്നട്ടെ എന്നാണ് കരുതേണ്ടത്. കാരക്കയാണ്, ഈത്തപ്പഴാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുന്തിരിയോ മറ്റാണ്, അത് രണ്ടെണ്ണം ഒന്നായിട്ട് എടുക്കരുത്. എല്ലാവരും കൂടി അങ്ങനെ എടുക്കുന്ന കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരോട് ഞാൻ രണ്ടെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഇതെല്ലാം ഇതിനെ കിതാബ് പറയുന്നത് സംഗതി ധാരാളം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ട്. അതിനെന്തൊരു കുറവൊന്നും ഇല്ലെങ്കിലും ഒരു ജാതി ആർത്തിയുള്ള കളിയാണ് ഇപ്പൊ. എത്രത്തോളം വെച്ചാല് പിന്നെ ചിലപ്പോ നിക്കാഹിനൊക്കെ ദൂരെയുള്ള വേറെ ഏതെങ്കിലും ദൂരപ്പെട്ട മഹലിൽ നിന്ന് ആളുകൾ വരും. അപ്പൊ പ്രത്യേക അനൗൺസും ചെയ്യും, എല്ലാവർക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ ദുആ കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നിക്കാഹിന് വേണ്ടി വധുവിന്റെ കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് നിക്കാഹിന് വന്ന ആളുകൾക്ക് പ്രത്യേക മുൻഗണന എന്നൊക്കെ പറയും. പക്ഷെ ഒരു അല്പസമയം, ഒരു കാമണിക്കൂറോ അരമണിക്കൂറോ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയം തെറ്റിപ്പോയാല് ഇതൊന്നും പരിഗണിക്കാതെ അവിടെ ഉള്ള ആളുകൾ വേഗം ഒരു സീറ്റ് പിടിച്ച് ഭക്ഷണം കഴിക്കാൻ അങ്ങ് തുടങ്ങാം. ഇരുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് ആ ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം, അല്ല കല്യാണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമല്ലേ, അത് മാന്യതയ്ക്ക് യോജിക്കുന്നതല്ലോ. അപ്പൊ അവനവനെ നമ്മളല്ലേ അത് ചിന്തിക്കേണ്ടത്. ദൂരപ്പെട്ട നാട്ടിൽ നിന്ന് വന്ന ആളുണ്ട്, അവർക്ക് വേഗം വരെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അവര് നമ്മളെ ഗസ്റ്റാണ്, അതിഥികളാണ്, അവരെ ഒന്ന് മുന്തിക്കണമെന്ന് അവനവന് ചിന്തിക്കണ്ടേ. അങ്ങനെ ചിന്തിക്കാതെ പെട്ടെന്ന് പോയിട്ട് എല്ലാ സീറ്റും പിടിച്ചിട്ട് എന്ത് ചെയ്യാ, ഭക്ഷണം കഴിച്ച് കളയുന്ന ഒരു പരിപാടി പല സ്ഥലങ്ങളിലുണ്ട്. ചില സംഗതികളൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിക്കാഹിനെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ പറഞ്ഞു. മുമ്പൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കൽ, ഇതെന്തായാലും നാച്ചുറലായി ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കാൻ കാണുമ്പോഴുണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രയും ഊന്നി പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രേരണ കൊടുക്കുന്ന ഹദീസുകൾ എന്തിനാ വന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കലുണ്ട്. ഇപ്പോഴാണ് അതിന്റെ സിറ് മനസ്സിലായത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംഗതികൾ നടക്കണം എന്നല്ലാതെ എന്തെങ്കിലും കോഴിയെ പോലെ അതുപോലെ സംഗതി നടക്കണമെന്നേ ഉള്ളൂ. ഒരു ബാധ്യതയില്ല, ഇന്നത് എന്നില്ല, ഇന്നയാൾ എന്നില്ല, ഒരു നിർണയമില്ല, ഒരു റിസ്കും ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ വിഷയങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കുന്ന ആണ് പെണ്ണ് വർദ്ധിച്ചു വരികയാണ് ഈ കാലഘട്ടത്തിൽ. നഊദുബില്ലാഹ്. വല്ലാത്തൊരു ലോകമാണ്, വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തിന് പ്രേരണ നൽകുന്ന ഹദീസുകൾ ഇത്രമാത്രം പറഞ്ഞതിന്റെ രഹസ്യം മനസ്സിലാകുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ ഭക്ഷണത്തിനൊക്കെ അല്ലാഹു തആല നല്ല വകുപ്പൊക്കെ തന്ന ഈ കാലത്ത് പിന്നെയും നമുക്ക് പലർക്കും ആർത്തിയാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നാൽ അവരെ നമ്മൾ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. ഇവിടെ ഉള്ളവനും ക്ഷണിക്കപ്പെട്ടവൻ തന്നെയല്ലേ, ശരിയാണ്. പക്ഷെ അത് രണ്ടാം നമ്പറാണ്. ഒന്നാം നമ്പർ ദൂരദിക്കിൽ നിന്ന് വന്ന ആളുകളാണ്, അവരല്ല കൂടുതൽ പരിഗണിക്കേണ്ടത്. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തൊക്കെ വേണ്ടേ. അപ്പൊ അത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ മാന്യതയൊക്കെ നമ്മളെല്ലാവരും പാലിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സദസ്സുകളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല. മൊത്തത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ അറിവില്ലാത്തത് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ.
ഇനി കൂടെ കഴിക്കുന്ന ആൾക്ക് ഒരു യാതി മന്ദഗതി, ഇരേ കഴിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യണം? ഇതെന്താ നിങ്ങൾക്കൊരു ഒരു മന്ദഗതി, എന്താ കഴിക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവിടെ നന്നായിട്ട് ഭക്ഷണം അടിച്ചു വരുന്നതായിരിക്കും. ഈ മംഗലപ്പുരക്കാരനെ അല്ലെങ്കിൽ നമ്മളെ ക്ഷണിച്ച ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഇരുന്ന് കൊടുക്കുക. അധികം വിളിപ്പിക്കുന്നതിനേക്കാൾ ഒന്ന് ഇരുന്ന് കൊടുക്കലാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതലുള്ളവരോട് പറഞ്ഞു, ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരുന്നതാണ്, നിങ്ങൾ നമ്മൾ കഴിച്ചോളി. അല്ലാണ്ട് ഇവനൊരു മറ്റൊരു തീറ്റിക്കാരെ ഇവനൊന്നും തിന്നുന്നില്ല, വളരെ എന്താണ് ഫുഡിന്റെ ആള് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ലജ്ജ വരും, അവർ തിന്നാണ്ടായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവന്റെ എതിർ പറഞ്ഞേക്കണം, ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചതാണ്, പിന്നെ ഞാനിവിടെ നിങ്ങളെ കൂടെ ഒന്നിരിക്കാൻ വേണ്ടിയാണ്, ഈ ഭക്ഷണക്കാരൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇരുന്നതാണ് എന്നൊരു സന്ദേശം. അത് നല്ലതാണ്, അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു സന്ദേശവും കൂടി വരും. അതോടൊപ്പം അവർക്ക് ലജ്ജയും ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വല്ല ഉദറുകൊണ്ടേ പറയണം, തിന്നു എന്ന് പറയണം. അള്ളാഹു പറയുന്നത് കുലൂ വശറബൂ ഹനിയൻ, കൊണ്ടാച്ചോടത്തേക്ക് മാത്രമല്ല, തിന്നും പറഞ്ഞേക്കാം. കുലൂ വശറബൂ ഹനിയൻ അങ്ങനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ആക്കിയിരിക്കും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ തിന്നു എന്ന് പറയണം. അങ്ങനെ എന്താണ് കൊണ്ടാച്ചു കൊടുത്തില്ലേ, ഭക്ഷണം കൊണ്ടാച്ചു കൊടുത്തില്ലേ, ഒരു നോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അതെത്ര പറയണോ? ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതിനെ മൂന്ന് തവണ ഇടക്കിടക്ക് എന്നൊക്കെ പറയാം. നാലാമത് പറയണ്ട, 3 പ്രാവശ്യം പറയേണ്ടു എന്നാണ് പറയുന്നത്. അതിര് കവിയലാണ്. كان رسول الله صلى الله عليه وسلم إذا خطب في شيء ثلاثا لم يراجع بعد ثلاث. തങ്ങളോട് വല്ല സംബോധനയും ചെയ്യപ്പെട്ടാൽ 3 തവണ കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ എന്താവൂല, മിണ്ടൂല. അതുപോലെ വേണ്ടി വന്നാൽ നബി തങ്ങൾ 3 തവണ ആവർത്തിച്ചു കൊണ്ട് പറയും. ഒറ്റപ്പറച്ചല് ചിലപ്പോ കേട്ടുണ്ടാവൂല, അപ്പൊ കേട്ട പോലെ തിരിഞ്ഞുണ്ടാവൂല. അങ്ങനെ ഒരു 3 പ്രാവശ്യം പറയാം. എല്ലാ സംഗതിയും ഇങ്ങനെ 3 പ്രാവശ്യം പറയുന്നല്ലോ. ഒരു സദസ്സിൽ പോയാൽ 3 പ്രാവശ്യം സലാം ചൊല്ലും. എല്ലാവരും കേട്ടില്ലെങ്കിൽ കേട്ടോട്ടെ വിചാരിച്ചു. സംസാരിക്കുന്ന എല്ലാ സംസാരവും 3 പ്രാവശ്യം ആക്കുന്ന പറഞ്ഞ അർത്ഥമില്ല. വേണ്ടി വന്നാൽ നിബിധങ്ങൾ 3 തവണ ആവർത്തിച്ച് പറയും. പലൈസമിനല്ല അതബി യാതൊക്കെ അലൈഹി. അപ്പൊ അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതില്ല, അതവല്ല. പിന്നെ വേറെ പരിപാടി, നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥികൾ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആള്, ഓലോട് എന്ത് ചെയ്യാ, അള്ളാഹ് കുറെ കണ്ടുപോലെ വല്ലാഹി ചായ കുടിക്കാണ്ട് പോരെ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇബ്റാറുൽ മുഖ്സിം എന്ന് പറയുന്ന സംഗതിയുണ്ട്. നമ്മളോട് ഒരു കാര്യം ഒരാൾ സത്യം ചെയ്തിട്ട് പറഞ്ഞാൽ അതങ്ങ് നിർവഹിച്ചു കൊടുക്കുക, എന്നാൽ അയാൾ സത്യത്തിൽ ലംഘിക്കാത്ത ആളാവുമല്ലോ. അതൊരു മര്യാദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് പാലിക്കാൻ അദ്ദേഹത്തിന്റെ സാഹചര്യം അറിയില്ലല്ലോ. അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു മൈനസായി അവിടെ കിടക്കും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ വേറൊരാളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വല്ലാഹി ഭക്ഷണം കഴിക്കാണ്ട് പോകരുത് എന്ന് പറയരുത്. അത് തന്നെയുമല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഖാലൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അത്അമു അഹ്വനു മിൻ അൻ യുഹ്ലഫ അലൈഹി. ഒരു സത്യം ചെയ്യപ്പെടാൻ മാത്രം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യപ്പെടാൻ മാത്രം ഉള്ള ഒരു സംഗതി അല്ലല്ലോ ഭക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദബിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. നാലാമത്തത് അല്ലാ യുഹബിദ റബീഖഹു ഇലാ അൻ യഖൂല ലഹു കുൽ. തന്റെ കൂട്ടുകാരനെ ഇങ്ങനെ തിന്ന് പറയിപ്പിക്കാണ്ടിരിക്കുക. നല്ലോണം വിശക്കുന്നുണ്ട്, പിന്നെ വളരെ സംതൃപ്തമായി വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ച് വരുത്തി കൊടുക്കുന്ന ഭക്ഷണമാണ്. എന്നിട്ട് വെറുതെ അങ്ങനെ കഴിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇങ്ങനെ അപ്പുറത്തും എല്ലാം തിന്നോടി എന്ന് പറയട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യാ, ആവശ്യമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കുന്നതിൽ പായാരം കളിക്കുന്നത് വലിയ ഗുണമുള്ള സ്വഭാവം അല്ല. അല്ലാഹു യുഹിബ്ബു റബീഖഹു ഇലാ യഖൂല ലഹു ഖുൽ. ഖാല ബഅദുൽ ഉലമാഇ അഹ്സനുൽ ആകിലീന അഖ്ലൻ മൻ ലാ യുഹിബ്ബു സാഹിബഹു ഇലാ അൻ യതഫഖദഹു ഫിൽ അഖ്ലി
വഹമല അൻ അഖീഹി മുനതൽ ഖൗലി, ആതിഥേയനെ ഇങ്ങനെ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാത്ത നിലക്ക് ഭക്ഷണം കഴിച്ചു കൊടുക്കുന്ന ആളാണ് എന്ത് ഏറ്റവും നല്ല കൂട്ടുകാരൻ, അതാണ് ശരി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം മഹാനവറുകൾ പറയാം, വലാ യംബഗി അൻ യദഅ ശൈഅൻ മിമ്മാ യസ്തഹീഹി ലിഅജ്ലി നദറിൽ ഗൈരി ഇലൈഹി. കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് വേറെ ആരോ നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒഴിവാക്കി തനിക്ക് ആഗ്രഹമുള്ള ഭക്ഷണ സാധനത്തെ ഒഴിവാക്കാതിരിക്കണം, അത് കഴിക്കണം. എന്തിനാ ഒഴിവാക്കുന്നത്? വേറെ ആരോ ഇങ്ങനെ പോലെ നോക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്. അതൊരു ജാതി കോലന്റെ മേലാണ്. സാധാരണ എന്താണോ പതിവ് അതനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തിന്നണം. ഒറ്റക്ക് കഴിക്കുമ്പോ അവനങ്ങനെ തിന്നല തിന്നെ. പക്ഷെ ഒറ്റക്ക് കഴിക്കുമ്പോ നല്ല അദബ് അവൻ എന്ത് ചെയ്യണം? പാലിക്കുകയും അത് പതിവാക്കുകയും ചെയ്യണം. അതേ അദബ് ആളുകൾക്കുള്ള കൂട്ടത്തിൽ വെച്ചും അവൻ പാലിക്കണം. نعم لو قلل من أكله إيثارا لإخوانه ونظرا لهم عند الحاجة إلى ذلك فهو حسن. അതേ സമയത്ത് കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് നന്നായി അവർക്ക് വിശപ്പടങ്ങട്ടെ, അവരെ ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന നിലക്കാണ് ഇവൻ ഭക്ഷണം കഴിക്കൽ പുറപ്പെടുന്നതെങ്കിൽ അത് നല്ലതാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്ത അതിഥികളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വന്നു നോക്കുമ്പോൾ അവിടെ ഈ അതിഥികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊന്നും കാര്യമായി ഇല്ല. കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ച അവർക്ക് അന്ന് കഴിക്കാനുള്ള, കഷ്ടിച്ച് കഴിക്കാനുള്ള കുറഞ്ഞ ഭക്ഷണം മാത്രമേ ഉള്ളൂ. ദീർഘമായ ഹദീസാണ്, ഞാനൊരു സൂചന മാത്രം പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിഥികളാണല്ലോ, അതിന് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഓര് പറഞ്ഞേച്ചാന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഈമാൻ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേച്ച അതിഥികൾ, അതിനെക്കാട്ട് വലിയ അതിഥികൾ ആരുണ്ടാകുക? അപ്പൊ ആ അതിഥികളെ ഒന്ന് നന്നായി ബഹുമാനിക്കണം, അല്ലെ? ഈമാനുള്ളവൻ മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ അതിഥിയെ ബഹുമാനിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈമാനിന്റെ ഒരു ലക്ഷണമാണ് അതിഥിയെ ആദരിക്കുക, ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നത്. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേച്ച അതിഥികളാകുമ്പോൾ അതിന് പവർ കൂടുകയല്ലേ. ആ അതിഥികൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കണം. ഇത് ഒരു ആസ്വാദനത്തിന് വേണ്ടി വന്നവരല്ല. വിശപ്പുണ്ട്, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ച അതിഥികളാണ്. പക്ഷേ വീട്ടിൽ അവരെ ധാരാളം സംസ്കരിക്കാനൊന്നുമില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അവരെ ഒന്ന് സൽക്കരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഭാര്യയുമായി പറഞ്ഞു, എന്ത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാല് മെല്ലെ ഈ വിളക്കിന്റെ ഇതൊന്ന് നന്നാക്കും പോലെ ആക്കിയിട്ട് ഞാൻ കെടുത്തി കളിയാണ്. അങ്ങനെ പണ്ടത്തെ ഇത് വിളക്കിന്റെ തിരിയൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കിട്ടുപോവാ, അങ്ങനെ കെടുത്തി കളിയാണ്. എന്നിട്ട് അങ്ങനെ വിളക്ക് കെടുത്തിയിട്ട് ഇവരെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഇവര് തിന്നുന്നത് പോലെ അങ്ങനെ കാണിച്ചു. ആ വന്ന അതിഥികൾ നന്നായി ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങി എന്ന് കണ്ടപ്പോൾ അവർക്ക് സംതൃപ്തമായി. പിറ്റേന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചെന്നു. അവര് അന്ന് ഭക്ഷണം ഇല്ലാതെ പട്ടിണി കിടന്നു. അത് പ്രശ്നമാക്കിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ സൽക്കർമ്മം അത് വല്ലാത്ത അംഗീകരിക്കപ്പെട്ട സൽക്കർമ്മമാണ്. അല്ലാഹു അതിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ.
അവർ അവരുടെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുള്ളതും കഴിച്ച് ഫ്രിഡ്ജിൽ നിറച്ചും വെച്ച് എന്നിട്ട് പിന്നെ ബാക്കി വരുന്നത് കൊടുക്കാന്നുള്ള ആൾക്കുള്ള കൊടുക്കാനല്ല. പിന്നെ അവർക്ക് വിശപ്പുണ്ട്, അവർക്ക് ആവശ്യമുണ്ട് ആ ഭക്ഷണത്തിലേക്ക്, എന്നാലും അത് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുകയും അവർ തൽക്കാലം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്നവർ അല്ലാഹു തആല പ്രശംസിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു നിലക്കാണെങ്കിൽ കുഴപ്പമില്ല. وإن زاد بالأكل على نية المساعدة وتحريك نشاط القوم بالأكل فلا بأس به بل هو حسن. സാധാരണ മുമ്പ് അങ്ങനെയൊന്നും തന്നില്ല. പക്ഷെ ഈ സഭയിലെത്തിയപ്പോ ഞാൻ ഇങ്ങനെ ഭക്ഷണം കുറച്ചാല് മറ്റുള്ളവർക്ക് ലജ്ജ തോന്നിട്ട് ഒരു കഴിക്കാണ്ടായി പോണ്ട എന്ന് വിചാരിച്ചിട്ട് മുമ്പ് എന്ത് ചെയ്തു, സാധാരണത്തെക്കാൾ കുറച്ചൊന്ന് കൂടുതൽ എടുത്ത് ഈ നിയ്യത്തോടു കൂടെ മറ്റുള്ളവരൊക്കെ കഴിച്ചോട്ടെ, ഞാൻ കുറക്കുന്നത് കണ്ടിട്ട് അവർക്ക് ലജ്ജ തോന്നിയിട്ട് ഒഴിവാക്കണ്ട എന്ന് കരുതിയിട്ട് ഒരാൾ ഭക്ഷണം കൂടുതൽ ആ സമയത്ത് കഴിച്ചാൽ ഫഹുവ ഹസനുൻ, അതെല്ലാം നിയ്യത്തനുസരിച്ച് കൊണ്ടുവരുന്നതാണ്. وكان ابن المبارك رحمه الله يقدم فاخر الرطب الى اخوانه ويقول, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നല്ല മുന്തിയ ഈത്തപ്പഴം എന്ത് ചെയ്യും, അവരുടെ സഹോദരങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന ആളുകൾക്ക് കൊടുക്കും. പരമാവധി മുന്തിയത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അങ്ങനെ മഹാനവറുകൾ പറയൂ, അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയും, മൻ അഖല അക്സറ അഅതൈതുഹു ബികുല്ലി നവാത്തിൻ ദിർഹമ, നിങ്ങളെ കൂടുതൽ ആരാ കൂടുതൽ തിന്നുന്നത്, അവർക്ക് ഞാൻ എന്ത് ചെയ്യും, ഓരോ കാരക്കുരു പിന്നെ മറ്റുള്ള സാധനം തിന്നും പോലെയല്ലോ, അതാണ് എണ്ണ ഉണ്ടാവും. പഴം തിന്നാല് തോളം ചുട്ടി കൈ പിടിച്ചാൽ ഒന്നും ചെയ്യല. അതേ സമയത്ത് ആരൊക്കെ ആകുമ്പോ ഇത്തപ്പഴാകുമ്പോ അതിന്റെ കുരു ഉണ്ടാവും, കുരു ഉണ്ണൊക്കെ തിരി എത്ര തിന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആരാ തിന്നെന്ന് വെച്ചാൽ അതിന്റെ കുരു എണ്ണിയിട്ട് ഞാൻ ഓരോ ദിർഹം തരും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. എന്നിട്ട് വകാന യഉത്തുൻ നവാ വയുഅതി കുല്ലമൻ ലഹു ഫദ്ലു നവൻ ബിഅദദിഹി ദറാഹിം. പറഞ്ഞു ഓഫറും കഴിഞ്ഞു പിന്നെ അങ്ങ് മറന്നുപോയിട്ട് അങ്ങ് പോക്കല്ല. പിന്നെ എന്ത് ചെയ്യും, അവർ തിന്നതിന് ശേഷം ഓരോരുത്തരുടെയും ഒരു എണ്ണി നോക്കിയിട്ട് കൂടുതൽ ആരാകെച്ചാൽ ആ എണ്ണത്തിനനുസരിച്ച് കൊണ്ട് ദിർഹം മഹാനവറുകൾ കൊടുക്കുമായിരുന്നു എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ മര്യാദ അന്ന വസലൽ യദി ബിത്തസ്ദീ ലാ ബഅസ ബിഹി, അതായത് ഈ കോളാമ്പി പോലത്തെ സാധനം വെച്ചിട്ട് അതിനെന്ത് ചെയ്യാ, അങ്ങനെ കഴിയുക. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഗസ്റ്റുകൾക്ക്, അതിഥികൾക്ക് കൈമേൽ വെള്ളം പാർന്നു കൊടുക്കുക എന്ന് പറഞ്ഞ സ്വഭാവമുണ്ട്. നമ്മളെ ഈ നാട്ടിൽ പതിവില്ല. അതെ, ഇപ്പൊ പതിവാക്കൊന്നും വേണ്ട, നടക്കുമ്പോൾ നടന്നോട്ടെ. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഉള്ളാർന്ന് പോയപ്പോ ഏതോ ഒരു പരിപാടിക്ക് പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ യമനിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ കുറെ മജ്‌ലിസുകളിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണത്തിലല്ല ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 5-6 ആള് ഒരു തളികയിൽ ഭക്ഷണം കഴിക്കുക. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ജവനയില് വെള്ളം എടുത്ത് ഇങ്ങനെ കൈമ പറഞ്ഞു പിന്നെ കൈ കഴിച്ചാണ് അങ്ങ് പോവാ. അത് നല്ല സ്വഭാവമാണ്. അങ്ങനെ തളികയിൽ കഴിയുന്നോണ്ട് കുഴപ്പമില്ല. വലഹു അൻ യതനഖമ ഫീഹി, വേണ്ടി വന്നാൽ അതിൽ കാറിക്ക് തുപ്പുന്നോണ്ട് വിരോധമില്ല. ഇന്നക്കല വഹദഹു, സ്വന്താണ് വൈന്നക്കല മാ ഗൈരിഹി വലാ യംബഗി അൻ യഫഅല ദാലിക, വേറെയുള്ള ആളുകളും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ആളുകള് ഭക്ഷണം കഴിഞ്ഞിട്ട് കയ്യമ്മല് ധാരാളം പിന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ബാക്കിയുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതിന്റെ സുന്നത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായിട്ട് വിരലിൽ ഈമ്പിയെടുക്കണം. അതുപോലെ കഴിച്ച ഭക്ഷണത്തിന്റെ പ്ലേറ്റ് നന്നായി തുടച്ച് വൃത്തിയാക്കണം. ഒന്നും പിന്നെ ബാക്കി ഉണ്ടാകാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വിരലിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഒന്നും കളയാതെ, അത് വീമ്പിയെടുക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ആ വാഷ് ബേസിനിൽ കഴുകും. എന്നിട്ട്
കുറച്ച് വലിപ്പമുള്ള സാധനമാണെങ്കിൽ എന്ത് ചെയ്യണം, ചിലപ്പോ ഏലക്ക വരെ ഉണ്ട്, ഏലക്കന്റെ തോടെല്ലാം അങ്ങനെ കുടുങ്ങിയാൽ ചെറിയ പിന്നെ ദ്വാരാണെങ്കിൽ അങ്ങ് പോവല, അത് പിന്നെ വേറെ അങ്ങനെ ആകുമ്പോ ഇയാൾ എന്ത് ചെയ്തു, കയ്യും കഴിഞ്ഞും പിന്നെ വെള്ളം ഇങ്ങനെ പോകാൻ ഇങ്ങനെ കെട്ടിക്കിടക്കണം. വേറൊരുത്തും ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ പുറത്തുണ്ട്, ഈ തുപ്പിയല്ല ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ഇത് ഉണ്ടാകാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാല് ഒരു വാഷ് ബേസിൻ അങ്ങ് വൃത്തിയാക്കി പോയാൽ ഒന്നും സംഭവിക്കൂല. വൃത്തി എന്ന് പറയുന്നത് അത് വലിയൊരു സംഗതിയാണ്. നമ്മുടെ പുരയൊന്നും കവറാക്കണം, വീട്ടിൽ നിന്ന് നമ്മളും വൃത്തിയാക്കണം. വൃത്തിയേടാക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരായിരിക്കും, വൃത്തിയാക്കാൻ ഭയങ്കര മടിയന്മാരായിരിക്കും. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഇത് നമ്മളെ കാര്യങ്ങൾ നടക്കണം മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പേക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നെ ആണി അടിച്ചാല് നല്ല ഉറച്ചിട്ട് നിൽക്കണം, അങ്ങനെ നമ്മളെ മനസ്സ് അല്ലെ. ആണി അടിക്കുന്ന നല്ല ഉറച്ചു നിൽക്കാൻ, ആ ആണി പൊരിച്ചെടുക്കുമ്പോ വേഗം പോകുന്നില്ല, പിന്നെ ആണി അടിച്ചു അല്ലെ. അതാണ് നമ്മളെ മാനസികാവസ്ഥ. നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണി അടിച്ചപ്പോ നമ്മളെ ആവശ്യം തന്നെ അത് നല്ല ഉറച്ചു നിൽക്കണം, അപ്പൊ നല്ല നിൽക്കണം. പൊരിച്ചെടുക്കുമ്പോ വേഗം പോരും നമുക്ക് വേണ്ടി, അപ്പൊ പോലെ ഇതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുക, അത് മാത്രം പോരാ. പിന്നെ വീട്ടിലുള്ള വാഷ് ബേസിനൊക്കെ വൃത്തികേടായാലും നമ്മുടെ തന്നെ വൃത്തിയായി കഴിയാം, എന്ത് രസം ഉണ്ടാവും. നല്ല പരിപാടിയാണത്. എത്ര ദിവസം അതുപോലെ മാറാനൊക്കെ ഇങ്ങനെ പോകുമ്പോ നമ്മൾ തലയിലോട്ട് വന്നിട്ട് മൂക്കുമെല്ലാം ഇങ്ങനെ മാറാനൊക്കെ ആയാലും എന്താവൂല, അങ്ങ് തുടച്ചെങ്കിൽ മുഖത്തുനിന്നൊക്കെ തുടച്ചാലേ അതാകെ 2 മിനിറ്റേ വേണ്ടു ആ മാറാനെ തുടച്ചാലേ. അതിനൊന്നും നമ്മളെ കിട്ടൂല, അങ്ങനെ ആകാൻ പാടില്ല. നമ്മള് വീട്ടിൽ എന്ത് ചെയ്യണം, നമ്മളെ വീട് എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ വൃത്തിയാക്കി കൊണ്ട് നടക്കണം. വീട് വൃത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം കൂലിക്ക് കൊണ്ടുപോകുന്നവരല്ലല്ലോ നമ്മളെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ. ഭാര്യമാര് അവിടെ വീട്ടിൽ ചെയ്തിരുന്ന ജോലി അൽഹംദുലില്ലാഹ് ഔദാര്യം, അതിലുള്ള വലിയ കൂലി കൊടുക്കും. അതിനവരെ സമരമൊന്നും ചെയ്യണ്ട. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. പക്ഷെ നമ്മളും കുറച്ചൊക്കെ കവറാക്കണം. ഇടക്ക് വല്ലാതെ പണിത്തിരക്കും, അപ്പുറത്തുനിന്ന് ചോറിങ്ങനെ തുള്ളുന്നുണ്ട്, പിന്നെ ബാർപ്പേനായിക്ക് ഇപ്പുറത്തുനിന്ന് കുഞ്ഞാൻ കരയുന്നുണ്ട്. അന്നേരം ആ ചൂലെടുത്തിട്ട് ഒന്ന് അകലെ നിന്ന് അടിച്ചാൽ ഞാൻ സംഭവിക്കുക, ഒന്നും സംഭവിക്കില്ല. നമ്മളതൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയാണ് പറയുന്നത്. ആയിഷ ബീവി എന്ന് പറഞ്ഞ പിന്നെ സംശയമില്ലല്ലോ, റസൂലുള്ളാഹി വീട്ടിലുണ്ടാകുന്ന സമയത്ത് ആഖിരിന് സഹായം ചെയ്ത് കൊടുക്കലുണ്ട്, ഹെൽപ്പ് ചെയ്ത് കൊടുക്കലുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ അതെല്ലാം തുടക്കം വൃത്തിയാക്കുകയും ചെയ്യാം. ഷോക്കേസ് എല്ലാം എന്ത് ചെയ്യണം, ആകെ വൃത്തിയായിട്ട് പുകവൃത്തി നിൽക്കുന്നു. അപ്പൊ അത് തീരെ നമുക്ക് സമയം ഉണ്ടായിരുന്നാലും ഓളെന്നെ എന്ത് ചെയ്യണം, അതിന് മെനക്കെട്ടുള്ള 100 പണിയുടെ ഇടയിൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വിചാരിക്കരുത്. നല്ലൊരു തുറന്ന മനസ്സ്, വിശാലമായ മനസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എന്ത് സന്തോഷം ഉണ്ടാകുന്ന ഭയങ്കര റാഹത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് വൃത്തി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. മറ്റുള്ളവരുടെ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആതിഥേയനോ മറ്റോ ആദരിച്ച് ബഹുമാനിച്ച് ഉസ്താദെ ഇവിടുന്ന് കൈക്കോളി, അല്ലെ നിങ്ങൾ ഇവിടുന്ന് കൈക്കോളി എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രവും ഒരു പാട്ടയിലെ വെള്ളവും കൊണ്ടുവന്ന് കൗവാൻ പറഞ്ഞാല് നമ്മളെ സ്വീകരിക്കണം. അത് ഇക്റാമാണ്. നമ്മൾ ആദരിച്ചു കൊണ്ടുവന്നാൽ ആ ഇക്റാമിനെ സ്വീകരിക്കണം. ഇജ്തമഅ അനസ് ഇബ്നു മാലിക് വസാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുമാ, വലിയ മഹാന്മാരാണ്. അനസ് ഇബ്നു മാലിക് സഹാബിയാണ്. സാബിത്തുൽ ബുനാനിയും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമായും എന്ത് ചെയ്തു, ഒരു ഭക്ഷണത്തിന്റെ സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അങ്ങനെ സഹാബിയായ അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ഭാഗ്യവാനായ അനസ് റളിയല്ലാഹു അൻഹു തളികയും പാത്രവും എടുത്തിട്ട് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു കൈ കഴുകാൻ വേണ്ടി വെള്ളം കൊണ്ടുകൊടുക്കാണ്. അപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു അത് കൂട്ടാക്കിയില്ല. കാരണം അത്രയും വലിയ പ്രഗത്ഭനായ ഒരു സ്വഹാബി എനിക്ക് കഴുകാൻ കൈ കഴുകാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത് അതിങ്ങ് അംഗീകരിക്കാനാകുന്നില്ല. ഫഖാല അനസുൻ, അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അക്റമക അഖൂക ഫഖബൽ കറാമതഹു, നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചോ, ആ ആദരവിനെ നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ നമ്മളെ മനസ്സിൽ വേണം
അല്ലോ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ ഇത് ഓരോരിക്കലും ചെയ്തു കൊടുക്കാന്ന്. പക്ഷെ ഓറ് ചെയ്യും എങ്ങനെയാ അത് അവഗണിക്കുക എന്ന നിലക്ക് നമ്മളെ മനസ്സിലുണ്ടാകണം ഓറ് വലിയ ആളാണെന്നും ഞാൻ മഹദൂമാകേണ്ടതല്ല ഖാദിമാകേണ്ടതാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. പക്ഷേ ആ മഹാൻ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണം എന്ന് അനസ് റളിയല്ലാഹു അൻഹു സാബിത് ഇബ്നു ബുനാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വലാ തറുദ്ദഹാ ഫഇന്നമാ യുക്രിമുല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിനെയാണ് ബഹുമാനിക്കുന്നത്. കാരണം അല്ലാഹു തആല എന്തോ ഒരു പ്രത്യേകത ഇൽമു കൊണ്ടോ മറ്റോ അല്ലാഹു തആല കൊടുത്ത ആ ഒരു പ്രത്യേകതയും ഫളലും അത് കണ്ടിട്ടാണല്ലോ ബഹുമാനിക്കുന്നത്. അല്ലാഹുവിനോടുള്ള ആദരവാണ്. അതുപോലെ ഹാറൂൻ റഷീദ് രാജാവാണ്. അദ്ദേഹം അബൂ മുആവിയ അൽ-ലറീർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഫസഫർ റഷീദ് അലാ യദിഹി ബിത്തസ്ദീഖ്. ഹാറൂൻ റഷീദ് രാജാവ് അബൂ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കയ്യിന്മേൽ വെള്ളം പാർന്നു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഖാല, അങ്ങനെ വിരമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാറൂൻ റഷീദ് പറഞ്ഞു, യാ അബാ മുആവിയ, അബൂ മുആവിയോട് ഹാറൂൻ റഷീദ് അബാ മുആവിയ അൽ-ലറീർ റഷീദ് ഹാറൂൻ റഷീദ് തന്നെ എന്ത് ചെയ്തു? വെള്ളം പാർന്നു തടികയിൽ നിന്ന്. ഫലമ്മാ ഖാല യാ അബാ മുആവിയ തദ്രി മൻ സബ്ബ അലൈക. ആരോരാൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൈമേൽ വെള്ളം പാർന്നിരുന്നെന്ന് അറിയോ? ഖാല ലാ, എനിക്കറിയില്ല. ഖാല സബ്ബഹു അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദാണ് നിങ്ങളുടെ കൈമേൽ വെള്ളം പാർന്നു തന്നത് എന്ന് പറഞ്ഞു. ഖാല യാ അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഇന്നമാ അക്രംതൽ ഇൽമ വഅജ്ലൽതഹു ഫഅജല്ലക അല്ലാഹു വഅക്രമക കമാ അജ്ലൽതൽ ഇൽമ വഅഹ്ലഹു. നിങ്ങൾ ഞാൻ എന്ന ഒരു അഡ്രസ്സിൽ അല്ലല്ലോ ബഹുമാനിച്ചത്, എന്റെ കൈമിൽ വെള്ളം പാർന്നു തന്നത് നിങ്ങൾ അല്ലാഹു തആല എനിക്ക് ഇൽമു തന്നവനെ, ആ ഇൽമിനെയാണല്ലോ നിങ്ങൾ ആദരിച്ചത്. ഇൽമിനാണ് നിങ്ങൾ ബഹുമാനം കൽപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെയും വലിയ ആളാക്കട്ടെ, നിങ്ങളെ അല്ലാഹു തആല ആദരിക്കട്ടെ. ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും നിങ്ങൾ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ അല്ലാഹു നിങ്ങളെയും ആദരിക്കട്ടെ എന്ന് മഹാനവറുകൾ അബൂ മുആവിയ അൽ-ലറീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഇതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആദരവും ബഹുമാനവും ഒക്കെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുൽ ഇൽമിനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെയും അതുപോലെ ആദരിക്കപ്പെടേണ്ട പല മഹാന്മാരുണ്ടാവും. ചിലപ്പോൾ നല്ല സ്വാലിഹീകൾ, പ്രായം ചെന്ന ആളുകൾ ചില നാടുകളിൽ ഉണ്ടാവും. എല്ലാ ആളുകൾക്കും അവരെ സംബന്ധിച്ച് വലിയ മതിപ്പായിരിക്കും. അത്തരം ആളുകളെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു വലിയ ഒരു തളികയാണെങ്കിൽ അവിടെ ഒന്നിച്ച് തന്നെ കൈ കഴുകുന്നതുകൊണ്ട് വിരോധമില്ല. വളരെ അങ്ങനെ കൂടുതൽ ഓരോരുത്തർ വൈക്ക് വഴിയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. فإلم يفعلوه فلا ينبغي أن يصب ماء كل واحد بل يجمع الماء بالتصديق. അതായത് ഓരോരുത്തരാണ് കൈ കഴുകുന്നതെങ്കിൽ ഒരാളെ കൈ അങ്ങ് മറച്ചു കഴിഞ്ഞ് ഒരാളെ കൈ അങ്ങ് മറച്ചു കഴിഞ്ഞ് അങ്ങനെ വേണമെന്നില്ല. ഒന്നിച്ച് എന്ത് ചെയ്താൽ മതി? ആ വെള്ളം പുറത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ എവിടെയെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഒരാളെ കഴിയ വെള്ളം അവിടെ കാണൂല. അത് പൈപ്പിലൂടെ അങ്ങോട്ട് എന്ത് ചെയ്യും? പുറത്തു പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ആറാമത്തത് പിന്നെ ഒരു അവിടെ തന്നെ തന്റെ വീട്ടിൽ വന്ന അതിഥി, അതൊരു പക്ഷേ ഉസ്താദിന്റെ വീട്ടിൽ ശിഷ്യൻ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മുതലാളിയുടെ വീട്ടിൽ തൊഴിലാളി വന്നതായിരിക്കാം. ആരായാലും ഇപ്പോൾ വന്നത് തൊഴിലാളിയല്ല, ഇപ്പോൾ അവിടെ വന്നത് ശിഷ്യനല്ല, മറിച്ച് ഒരു അതിഥിയാണ്. നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ്. അതുകൊണ്ട് വീട്ടുകാരൻ തന്നെ ആ വന്ന അതിഥിയുടെ കൈക്ക് വെള്ളം പാർന്നു കൊടുക്കുന്നതാണ് നല്ലത്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാനവർകൾ പറയാം ഹകദാ ഫഅല മാലികുൻ ബിശ്ശാഫിഈ റളിയല്ലാഹു അൻഹുമാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇൽമു പഠിച്ച ശിഷ്യനാണ്. മാലിക് ഇമാമിന്റെ ദർസിലേക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ ചേർന്നതൊക്കെ വലിയ പ്രസിദ്ധമായ സംഭവമാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ മാലിക് ഇമാം എന്ത് ചെയ്തു? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കയ്യിൽ വെള്ളം പാർന്നു കൊടുത്തു. ഹകദാ ഫഅല മാലികുൻ ബിശ്ശാഫിഈ റളിയല്ലാഹു അൻഹുമാ ഫീ അവ്വലി നുസൂലിഹി അലൈഹി. അത് ആദ്യത്തേതാണ്. ആദ്യം ഒരാൾ ഒരു ദർസിൽ ചേർക്കാൻ വേണ്ടി വന്നു, നമ്മുടെ റൂമിലേക്ക് വന്നു. ആ സമയത്ത് അതിൻ്റെതായ മര്യാദ, നമ്മുടെ റൂമിലേക്ക് ഒരാൾ വന്നാൽ, വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകളൊക്കെ അവിടെ കാണിക്കണം. അയാൾ ചേരാൻ വന്ന ആളല്ലേ, ഇവിടെ സ്റ്റുഡന്റ് ആകാൻ പോകുകയല്ലേ എന്നത് മറ്റൊരു കാര്യമാണ്. അത് പിന്നീടാകുന്നേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഒരാൾ വന്നാൽ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അതുപോലെ സ്വീകരിക്കണം. ഇതിനേക്കാൾ വലിയ ഒന്നില്ലല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനും പ്രഗൽഭനുമായ മഹാൻ മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആകുന്ന ശിഷ്യന്റെ കൈക്ക് അതാ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ആറാമത്തെ മര്യാദ അല്ലാ യൻദുറ ഇലാ അസ്ഹാബിഹി വലാ യുറാഖിബ അക്ലഹും ഫയസ്തഹ്യൂൻ ബൽ യഗുദ്ദു ബസറഹു അൻഹും വയസ്തഗ്ലു ബിനഫ്സിഹി. ഭക്ഷണം കഴിക്കാൻ ആളെ കൂട്ടത്തിൽ ഇരുന്നാല് നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓനെങ്ങനെ ചമക്കുന്ന ഓനെന്തെല്ലാമായി കൊണ്ടിടുന്നു ഇങ്ങനെ എന്ത് ചെയ്യാ, എല്ലാരും ഇങ്ങനെ നോട്ട് ചെയ്യാ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് വേണം? നമ്മളെ പണിയെടുക്കാം. നമ്മളെ മുന്നിൽ എടുത്തിട്ട് തിന്നോളാം. നമ്മുടെ പണി കഴിച്ച് സുഖമായിട്ട് കൂട്ടിക്കൊള്ളാം. വേറെയുള്ള ആളുകളെ ഇങ്ങനെ നോക്കാൻ പാടില്ല. അത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടെ ഇരുന്ന ആളുകൾ അവര് ഭക്ഷണം കഴിച്ച് മതിയാക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നിർത്തിവെച്ച് അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് വളരെ പോലെ ഉണ്ട്. നിങ്ങൾ എണീച്ചോളി, അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഓറാട് എണീച്ച് പോക്കാൻ അവർക്ക് സന്തോഷം, അങ്ങനെ കുഴപ്പമില്ല. അതേ സമയത്ത് ഇയാള് നിർത്തിയാല് ബാക്കിയുള്ളവർക്കെല്ലാം എന്ത് ചെയ്യും? ഒരു ലജ്ജ തോന്നും. ഇനി എങ്ങനെയപ്പ നമ്മൾ തിന്നാ എന്ന് വിചാരിച്ചിട്ട് അവര് ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിട്ടും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, സലാഡോ എന്തെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മെല്ലെ മെല്ലെ എടുത്ത് തിന്നിട്ട് അവരെ കൂടെ എന്ത് ചെയ്യാ? തിരക്കുള്ള ആളുകളെ വിട്ടുകൊടുക്കുന്നതിനില്ല. തിരക്കൊന്നില്ലെങ്കിൽ എല്ലാവരും കൂടി മറ്റു ചില സമുദായത്തിൽപ്പെട്ട ആളുകളെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കഴിച്ച് അവരെ കൂട്ടത്തിൽ ഒരാള് എന്തോ ഒരു ശബ്ദം, അപ്പൊ എല്ലാരും കൂടി എല്ലാം എടുത്തിട്ട് പോയി. അതിന്റെ ഇടക്കാരും കൂടി എഴുന്നേറ്റില്ല. സാധിക്കുമെങ്കിൽ ചെറുപ്പമ്പത്തമ്പാണെന്നില്ലെങ്കിൽ നല്ലത് അതാണ്. ആ ഇരുന്ന ടേബിളോ അല്ല സൂപ്പർ ഏതാന്ന് അതിൽ ഇരുന്നിട്ട് എല്ലാരും കൂടി ഒന്നിച്ച് എഴുന്നേറ്റ് പോവുക, അതാണ്. അതിന്റെ മുമ്പ് പോകേണ്ട തിരക്കുണ്ടെങ്കിൽ അതെങ്ങനെ ഇടങ്ങാറായിട്ടിരിക്കണ്ട. അവരോട് സമ്മതം ചോദിച്ചു പോകുന്നോണ്ട് കുഴപ്പമില്ല. ലക്ഷ്മിക്കോ എനിക്ക് പോകാൻ സമ്മതം നന്നായി, കുഴപ്പമില്ല. അവരെല്ലാം സമ്മതിച്ച് നമുക്ക് പോകുന്നുണ്ട്, വിരോധമില്ല. ആവുമെങ്കിൽ നല്ലത് ഒന്നിച്ചു പോകലാണ്. അതേ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇവരെല്ലാം തീറ്റിക്കാറും ഞാനത്തിനുള്ള രൂപത്തിലാകുമ്പോ കൂടെയുള്ള ആളുകൾക്ക് ലജ്ജ തോന്നുകയും അവർ ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മഹാനവറുകൾ പ്രത്യേകം ഇവിടെ ഈ ആദാബിൽ വിവരിക്കുകയാണ്. بل يمد اليد ويقبضها ويتناول قليلا قليلا الى ان يطوه. അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് വരെ തീരുന്നത് വരെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയൊക്കെ എടുത്തിട്ട് അവൻ കഴിച്ചവരെ കൂടെ തന്നെ സുഖലാവും. ഇയാള് വളരെ കുറഞ്ഞ എന്തെങ്കിലും പഥ്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പല രോഗങ്ങളൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. പല കിഡ്നി രോഗങ്ങളുണ്ട്, അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ.
ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി കടവത്തൂർ അദ്ദേഹം കിഡ്നി മാറ്റിവെക്കുന്ന ഒരു കീഴിലാണുള്ളത്. അള്ളാഹു അത് പൂർണ്ണമായി വിജയിപ്പിച്ച് ആഫിയത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാന്. അങ്ങനെ പല ആളുകളുണ്ട്, പല രോഗങ്ങളുള്ളവരുണ്ട്. നമ്മളെ മൊയ്തൂക്ക പാറ മൊയ്തൂക്ക എന്ന് പറഞ്ഞാൽ തീയ അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ തന്നെ വേണേ പാറ മൊയ്തു എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല. പാറ മൊയ്തൂക്ക 2 ദിവസം മുമ്പ് ഇന്നലെ മെഞ്ഞാന്നോ ഒരു നെഞ്ഞുവേദനയായിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, മൈത്രയാണ് ഉള്ളത്. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ആണുള്ള റാഫി ഡോക്ടർ എന്ന് പറയും, നല്ല മനുഷ്യനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ചികിത്സക്കൊക്കെ ഫലം നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പ നമ്മളെ CK കുഞ്ഞമ്മദ് കരീംഖാന്റെ കുഞ്ഞമ്മദ് ഓനെ ഡോക്ടർ പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ ഞങ്ങളുടെ കുഞ്ഞമ്മദ് കാണാൻ വേണ്ടി പോയി. അങ്ങനെ തിരക്കിന്റെ ഇടയ്ക്ക് എല്ലാരെയും പോയി കാണുകയൊക്കെ ചെയ്യും. ഈ പ്രായമുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് വെറുതെ ഒന്ന് മഞ്ചാക്കി പോരും, ഒന്ന് തലേ കൈ വെച്ച് ഒന്ന് മന്ത്രിക്കില്ല, ഒരു സുഖം അന്വേഷിച്ച് പോരാ. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം. അത് നമ്മളെല്ലാവരും പാലിക്കണം. നമുക്ക് നേരെയില്ല, ഒന്നിനും നേരെയില്ല, അങ്ങനെ പറ്റില്ല. 100 തിരക്കുണ്ടാണോ, ആ തിരക്കിന്റെ ഇടയിൽ പോകണം. തിരക്കുണ്ടായില്ല പിന്നെ എന്നാ മനുഷ്യന്റെ ജീവിതത്തിലെ സുഖം? തിരക്കും ബന്ധപ്പാടിലായിട്ട് കബറിൽ പോയിട്ട് വിശ്രമിക്കണം, അതാ വേണ്ടേ. ഇവിടെ വിശ്രമിക്കേണ്ട സ്ഥലമൊന്നല്ല, ഇവിടെ അത്രയും വിശ്രമം വേണ്ടു. നന്നായിട്ട് അധ്വാനിക്കണം. ഒരു കാര്യം കൊണ്ട് മറ്റൊരു കാര്യം മുടങ്ങാൻ പാടില്ല. വീട്ടിലുള്ള ആളുകളെ നോക്കണം, അയൽവാസികളെ നോക്കണം, നാട്ടിലുള്ള കാരണവന്മാരെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ, ഞാനങ്ങനെ കുഞ്ഞമ്മദ് ഹരി കാണാൻ പോയപ്പോ ഭാര്യ പറഞ്ഞു, അദ്ദേഹം ഈ പ്രാവശ്യം ഈ റാഫി ഡോക്ടർ പിന്നെ ഹജ്ജിനുണ്ടായില്ല. അങ്ങനെ മദീനത്ത് നമ്മളെ മുമ്പിൽ വന്നിട്ട് പല ആളുകളും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും പ്രൊഫസറൊക്കെ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ആ വിഷയം പറഞ്ഞു. അത് നമ്മൾ പറയണം, അതൊന്നും പറയാണ്ട് ഈ ഡോക്ടർ അവിടെ നമ്മളെ വന്ന് അവിടെ പറയരുത്. അതാണ് മാന്യത, അതാണ് സ്നേഹം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു, ഉപ്പ ഓനോട് പറഞ്ഞിക്ക് പഠിക്കുന്ന സമയത്ത് ഇനി ഡോക്ടർ ആക്കുന്നത് പൈസ ഉണ്ടാക്കാനല്ല, മറിച്ച് സേവനം ചെയ്യാൻ വേണ്ടിയാണ്. പൈസയും കിട്ടിക്കോട്ടെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ചികിത്സ ചെയ്ത് ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതോ ആട്ടെ, അല്ലാഹു തആല അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും സിഹത്തും നൽകട്ടെ. അപ്പൊ ഡോക്ടർമാരൊക്കെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല നല്ല മനസ്ഥിതി നൽകട്ടെ. അല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെയും ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുപോലെ അടക്കി പറയാം, ഇതേ പറയണ്ട, പറയാൻ വേണ്ട, അടക്കി പറയലേ ഓലെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ല. ലൈസൂ സവാഅൻ എന്ന് ഖുർആനിൽ പറഞ്ഞു. യൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ലൈസൂ സവാ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും സാജിദൂൻ. എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ, അവരുടെ നല്ലതുണ്ട്. അത് അള്ളാഹു പഠിപ്പിച്ച ഒരാളാ. അപ്പോ എല്ലാ രംഗത്തുണ്ട്, ഏത് രംഗത്തും ഏത് ഫീൽഡിലും നല്ല ആൾക്കാർ, നല്ല സേവനം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.